ഞങ്ങൾ വോട്ടിന് വേണ്ടിയല്ല മതനിരപേക്ഷത സംരക്ഷിക്കുന്ന നിലപാട് കൈക്കൊള്ളുക. അതിൽ വെള്ളം ചേർത്തുന്നത് സമീപനം എടുത്താൽ ഇടതുപക്ഷം ഇല്ലാതാവും. ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നവരും കേവലം ഒരു സ്ഥാനാർത്ഥിയാകുന്നതിൻ്റെ ഭാഗമായി ഈ രാഷ്ട്രീയ ബോധമുള്ളവരാരും തന്നെ അതിൽ നിലപാട് സ്വീകരിക്കില്ല. നല്ല രാഷ്ട്രീയ ബോധമുള്ളവർ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഏക ഇടതുപക്ഷ സർക്കാർ കൂടി ഇല്ലാതാവുക എന്ന് പറഞ്ഞാലുള്ള അപകടം കേരളത്തിലെ മതനിരപേക്ഷ മനസ്സുകൾ തിരിച്ചറിയുന്നുണ്ട്. മിസ്റ്റർ, മറ്റൊരു കാര്യം, ഈ പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കില്ല എന്ന് സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. മുഖ്യമന്ത്രി കാര്യം അടിവരയിട്ട് പറഞ്ഞതുമാണ്. പക്ഷെ പല കോണുകളിൽ നിന്നും തെറ്റിദ്ധാരണ വരുത്തുന്ന ചില ഇടപെടലുകൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന ശ്രമം നടക്കുന്നുണ്ട്. അതെങ്ങനെയാണ് കാണുന്നത്? അല്ല, ഇത് പൊതുവേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിനെയും നേതൃത്വത്തെയും വക്രീകരിച്ച് ചിത്രീകരിച്ച് ഇനി എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരണമെന്നുള്ള കനകോലു സിദ്ധാന്തമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അസംബന്ധം പ്രചരിപ്പിക്കുക, ഒരു നുണ 1000 പേർ ഒരുപോലെയാണ് എന്ന് പ്രചരിപ്പിച്ച് അത് സത്യമാക്കി വിശ്വസിപ്പിക്കുക എന്ന ഹിറ്റ്ലറുടെ ഗീബൽസിൻ്റെ തന്ത്രം ഇന്ന് UDFൻ്റെ കനകോലുവിൻ്റെ തന്ത്രമായി മാറിയിരിക്കുകയാണ്. 2021 മെയ് 20 വീണ്ടും ഒരു LDF ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് പല കാരണങ്ങളുണ്ട്. ആ പല കാരണങ്ങളിൽ ഒരു കാരണം ഭരണഘടന സംരക്ഷിക്കാൻ, മതനിരപേക്ഷത കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്ത് സംരക്ഷിക്കാൻ ഇടതുപക്ഷ സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ വിശ്വാസ്യതയെ തകർത്താൽ മാത്രമേ കേരളത്തിലിനി അധികാരത്തിലെത്താൻ പറ്റൂ എന്ന കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടുള്ള ബോധപൂർവമായ പ്രചരണമാണ് നടന്നു വന്നത്. ഞങ്ങൾ ഗൃഹസന്ദർശന പരിപാടിയുടെ ഭാഗമായി സമയമെടുത്ത് പല വീടുകളിലും സംസാരിച്ചു. ഞാൻ ഈ ജില്ലയിലെ ഒരു 6 നിയമസഭാ മണ്ഡലങ്ങളിലെ വീടുകളിൽ പോയി പലരുമായി സംസാരിച്ചിരുന്നു. ചിലർ വിശ്വസിച്ച കാര്യം അത്ഭുതപ്പെടുത്തി പച്ചക്കള്ളം വാട്സപ്പിലൂടെയും മറ്റും പ്രചരിപ്പിക്കുകയും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി പോകുന്ന സ്ഥിതിയുണ്ടായി. അവർക്കൊക്കെ ബോധ്യപ്പെട്ടു. ഇപ്പോൾ NPR അത് നടപ്പിലാക്കില്ല എന്ന് ശക്തമായ നിലപാട് സ്വീകരിച്ച സ്റ്റേറ്റ് ഗവൺമെൻറ് ഇന്ത്യയിൽ കേരളമല്ലാതെ ഏതുണ്ട്? പൗരത്വ രജിസ്റ്റർ ഭരണഘടനാ വിരുദ്ധമാണ്, അത് ഒരു പ്രത്യേക ജനവിഭാഗത്തെ സൈഡ് ലൈൻ ചെയ്യും, ഇല്ലാതാക്കും എന്ന നിലപാട് മുഖ്യമന്ത്രി ശക്തമായി പറഞ്ഞു എന്ന് മാത്രമല്ല, അത് ഗവൺമെൻറ് വിജ്ഞാപനമായി വന്നു. ഇവിടെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളില്ലേ, കർണാടക ഉൾപ്പെടെയുള്ള കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ട് NPR നടപ്പിലാക്കില്ല എന്ന വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നില്ല? ഇത് മാധ്യമങ്ങൾ ചർച്ചയാക്കുന്നുണ്ടോ? നിങ്ങൾ കുറേ കൂടി അത് എടുക്കണം. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും എടുക്കാത്ത ശക്തമായ നിലപാടാണ് നേരത്തെ പൗരത്വ നിയമ വിഷയത്തിൽ എടുത്തതുപോലെ NPR കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് മുഖ്യമന്ത്രി ശക്തമായി പറയുന്നു, ഗവൺമെൻറ് പറയുന്നു. അത് വിജ്ഞാപനമായി വരുന്നു. വേറെ ഏതെടുത്തുണ്ട്? ഏത് സ്റ്റേറ്റിലുണ്ട്? കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. ഈ കുപ്രചരണം നടത്തുന്ന കോൺഗ്രസ് UDF നേതൃത്വം ഇതിന് മറുപടി പറയേണ്ടതാണ്. അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇതുണ്ടോ? ഇല്ല. ഇപ്പം നിങ്ങൾ എടുത്തു നോക്കൂ. ഞാനതിൻ്റെ ഒരു പൊതുസ്ഥിതി നേരത്തെ എടുത്തപ്പോൾ നേറ്റിവിറ്റി കാർഡ് കൊണ്ടുവരാനുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടു. നേറ്റിവിറ്റി കാർഡ് കൊണ്ടുവരാനുള്ള തീരുമാനം സ്റ്റേറ്റ് ഗവൺമെൻറ് കൈക്കൊണ്ടത് ഭരണഘടന ജനങ്ങൾക്ക്, പൗരന്മാർക്ക് നൽകുന്ന ഉറപ്പ് പാലിക്കപ്പെടാൻ വേണ്ടി കൂടിയാണ്. പല സംഘടനകളും അതിനെ സ്വാഗതം ചെയ്തു. എന്തേ കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റുകളിൽ ഇതില്ലാത്തത്? SIRനെതിരെ കുപ്രചരണം നടന്നല്ലോ. ഞാൻ ഇന്നലെ ഒരു സംഗതി നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. SIRനെതിരെ നടന്ന കുപ്രചരണം, തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് നടന്ന കുപ്രചരണം എന്തൊരു നിലയിലാണ് ഇപ്പോൾ ആളുകൾ ബോധ്യപ്പെട്ടു. എന്നാൽ ബംഗാളിൽ SIRനെതിരെ ശക്തമായ നിലപാട്, നിയമപരമായ നിലപാടെടുത്ത മൊസ്താരി ബാനു CPIMൻ്റെ കോമ്രേഡാണ്. എത്ര പേരിത് പ്രചരിപ്പിക്കുന്നുണ്ട്? അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ വോട്ടാണോ തെരഞ്ഞെടുപ്പിൽ വോട്ടില്ലേ എന്നുള്ളതല്ല ഇടതുപക്ഷത്തിൻ്റെ പ്രശ്നം, നിലപാടാണ്. ഭരണഘടനാപരമായ നിലപാട് മുറുകെ പിടിക്കും. മതനിരപേക്ഷത കാത്തു സംരക്ഷിക്കാൻ തല പോകും എന്ന് ഭയപ്പെടുത്തിയാലും പിറകോട്ട് പോകുന്ന പ്രസ്ഥാനമല്ല ഇടതുപക്ഷ പ്രസ്ഥാനം. ഞങ്ങളുടെ മതനിരപേക്ഷത ഉയർത്തുന്ന നിലപാട് വെറും വാചക കസർത്തല്ല, ഞങ്ങളത് നടപ്പിലാക്കാൻ ഇടപെട്ടിട്ടുണ്ട്.
പൗരത്വ നിയമവിഷയ സമയത്ത് ഇടപെട്ടിട്ടുണ്ട്. ഓരോ ഘട്ടങ്ങളിലും ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോൾ NPR കാര്യത്തിൽ ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. എന്നാൽ അപ്പുറത്ത് UDF കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റുകളിൽ ഈ നിലപാട് എന്തുകൊണ്ട് എടുക്കുന്നില്ല? വാചക കസർത്ത് മാത്രമായി, തെരഞ്ഞെടുപ്പിൽ വോട്ട് തട്ടാനുള്ള തന്ത്രം മാത്രമായി മതനിരപേക്ഷതയുടെ സംരക്ഷണത്തിൽ നിലപാട് സ്വീകരിക്കുന്നത് വഞ്ചനാപരമായ സമീപനമാണ്. ഞങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമാണ്. നേരത്തെ 2019 സുപ്രീം കോടതി വിധിയെ തുടർന്ന് വിധി നടപ്പാക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ മുന്നോട്ട് വന്നത് മാത്രമല്ല, രാഷ്ട്രീയമായി തന്നെ അതിനൊരു പുരോഗമനപരമായ കാഴ്ചപ്പാടുകളുണ്ട്. വനിതാ മതിൽ ഉൾപ്പെടെ സംഘടിപ്പിച്ച് അതിനൊപ്പം ചേരുകയാണ്. എന്തായിരിക്കും സർക്കാരിന്റെ സ്റ്റാൻഡ്? അല്ല, അത് ഉടനെ തന്നെ ആലോചിച്ച് തീരുമാനം കൈക്കൊള്ളും. നിയമവകുപ്പ് മന്ത്രി അതിൽ പ്രതികരണം നടത്തിയിട്ടുണ്ട്. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും LDF നേതാക്കളും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഉടനെ തന്നെ അതിലൊരു വിഷയം എടുത്തു വരും. ഈ വിശ്വാസികളെ പരിഗണിക്കേണ്ടതിന് അല്ല, അത് ഞാൻ പറഞ്ഞില്ല, അത് നിലപാട് സ്വീകരിച്ചു വരും. NPR-മായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ചില ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥർ കൂടി ആ വിഷയത്തിൽ കുറച്ച് ഗൗരവത്തിലെടുക്കുകയും സർക്കാരിന്റെ ഈ വിജ്ഞാപനം NPR ആണോ SIR ആണോ ഏതോ ചോദിച്ചു? NPR ഓ അതിൽ ജനങ്ങളിലേക്ക് ഈ വിഷയങ്ങളൊക്കെ എത്തിക്കുന്നതിൽ തീർച്ചയായിട്ടും അതിൽ ശക്തമായ നിലപാട് തന്നെയാണ് ഞങ്ങൾ സ്വീകരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നത്. ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകും. ഒരു കാര്യം ഉറപ്പാണ്, ജനങ്ങൾ പൊതുവെ മതനിരപേക്ഷ മനസ്സുള്ള ജനങ്ങൾ, അതാണല്ലോ കേരളത്തിലെ മഹാഭൂരിപക്ഷവും. ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരായിക്കൊള്ളട്ടെ, മതസാഹോദര്യം കാത്തു സംരക്ഷിക്കണം, ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന് കരുതുന്ന മതനിരപേക്ഷ മനസ്സുള്ളവരാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷവും. അവർ നേരത്തെ ചില കുപ്രചരണങ്ങളുടെ ഭാഗമായി ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ഡൗൺ ടു എർത്ത് ഫീൽഡിൽ സമയമെടുത്ത് സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞു പോയി. ഞങ്ങളുടെ നിലപാട് വേണ്ടത്ര കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടില്ല. നിങ്ങളുടെ ഒരു സഹായവും വേണ്ടത്ര കിട്ടിയില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ സഹായം കിട്ടിയില്ല. അപ്പോൾ ഒരു തെറ്റിദ്ധാരണ പൊതുവേ വന്നു. അത് ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞു ബോധ്യപ്പെടുത്തി. അവർക്ക് ബോധ്യമുണ്ട്. അവർക്കൊക്കെ ഒരു കാര്യം ഉറപ്പാണ്, സംസ്ഥാനത്ത് ഇടതുപക്ഷ സർക്കാർ വേണം. ഇന്ത്യയിൽ ഇന്ന് ഏക അവശേഷിക്കുന്ന ഇടതുപക്ഷ സർക്കാർ കേരളത്തിലാണ്. ആ സർക്കാരിന് ഒരു പോറലേറ്റാൽ അത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ മതനിരപേക്ഷതയ്ക്ക് ഏൽക്കുന്ന കനത്ത ആഘാതം പോലെ കേരളത്തിൽ ഏൽക്കും. വിശ്വസിക്കാൻ പറ്റിയ ഇടതുപക്ഷത്തെയാണ് എന്ന് ജനങ്ങൾ കരുതുന്നുണ്ട്. അത് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നേരത്തെ പല തെറ്റിദ്ധാരണയുടെ ഭാഗമായി പ്രയാസപ്പെട്ടവർ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കെതിരെ വോട്ട് ചെയ്തവരുൾപ്പെടെ പരസ്യമായി ഇപ്പോൾ ആ നിലപാട് പറയുന്നുണ്ട്. അത് പൊതുവെ ആളുകൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. ഞങ്ങൾ വോട്ടിന് വേണ്ടിയല്ല മതനിരപേക്ഷത സംരക്ഷിക്കുന്ന നിലപാട് കൈക്കൊള്ളുക. ഞങ്ങളതിൽ ഞങ്ങൾക്ക് പ്രഖ്യാപിത നിലപാടുണ്ട്. അതിൽ വെള്ളം ചേർത്തുന്നതിൽ സമീപനം എടുത്താൽ ഇടതുപക്ഷം അല്ലാതാവും. ഇടതുപക്ഷത്തിന് പിന്നെ പ്രസക്തിയില്ല എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങളുടെ നിലപാട് സുവ്യക്തമാണ്. അതിൽ ഒരു തരത്തിലുള്ള സംശയമില്ല. മലമ്പുഴയിൽ VS-ന്റെ മുൻ PA സുരേഷ് UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമെന്നാണ് പറയുന്നത്. ആദ്യം പറഞ്ഞൊരു തെറ്റിദ്ധരൻ, നിങ്ങൾ പറഞ്ഞതിലൊരു ചെറിയ അതല്ല ആദ്യം പറഞ്ഞതേ വേറെ മകൻ എന്ന് പറഞ്ഞു. അല്ല അതിൽ ഒന്നും അറിയില്ല, എനിക്കറിയില്ല. അത് UDF ആണല്ലോ തീരുമാനിക്കുക. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ അത് ഓരോ മുന്നണിയുടെ ജനാധിപത്യപരമായ അവകാശമാണ്. ആ മുന്നണി ചർച്ച ചെയ്ത് തീരുമാനിച്ച് പോകുമ്പോൾ ആ മുന്നണിയിലെ പ്രവർത്തകരുടെ വികാരം, അതിലെ നേതൃത്വത്തിലുള്ള വികാരമൊക്കെ അംഗീകരിക്കലാണ്. അല്ല ഒരാൾ കൈവയ്ക്ക് ഞാനാണ് സ്ഥാനാർത്ഥി അറിഞ്ഞ് നാട് മുഴുവൻ നടന്ന് സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചിട്ടില്ല എന്ന് ഉള്ള അഭിപ്രായം വന്നാലും ഇങ്ങനെ നടന്നു പോകുന്ന രീതി ഒക്കെ ജനാധിപത്യരല്ല. അപ്പോൾ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക എന്നുള്ളത് മുന്നണിക്ക് വിട്ടുകൊടുക്കാം. ഇതെനിക്കറിയില്ല കേട്ടോ, ഇതെന്താന്ന് ഇതെനിക്കറിയില്ല. ഞാനത് എൻ്റെ ശ്രദ്ധയിലില്ല പറഞ്ഞ കാര്യം. ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ വ്യക്തിൻ്റെ കാര്യമല്ല പറഞ്ഞ, പൊതുവായിട്ട് സ്ഥാനാർത്ഥികളൊക്കെ തീരുമാനിക്കാനുള്ള പൂർണ്ണമായ അവകാശം മുന്നണികൾക്ക് വിട്ടുകൊടുക്കണം. അത് LDF ആയിക്കോട്ടെ, UDF ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ. അത് നമ്മളിങ്ങനെ ഇന്നയാളാവും, ഇന്നയാളാവൂല, ഇന്നയാളായേക്കാം, അതിപ്പോൾ പ്രഖ്യാപിക്കുമല്ലോ, പ്രഖ്യാപിച്ചിട്ടാണല്ലോ നോക്കേണ്ടത്. ഇടതുപക്ഷത്ത് നിൽക്കുന്ന ആളുകളെ ചാടിച്ചിപ്പോൾ പ്രേംകുമാർ ആണെങ്കിലും സുരേഷ് ആണെങ്കിലും ഇടതുപക്ഷം അവിടെ അസംതൃപ്തരായ ആളുകളെ കൂട്ടിക്കൊണ്ടുപോയി സ്ഥാനാർത്ഥിയാക്കുന്ന നീക്കത്തിലേക്കാണ് കൂടി പോകുന്നത്. അല്ല, ഞാൻ പറയുന്നത് ഇതെനിക്കറിയില്ല, ഈ പറഞ്ഞ കേസുകൾ എനിക്കറിയില്ല. ഒരു സ്ഥാനാർത്ഥിയാവുന്നോ ആവുന്നില്ലേ എന്നുള്ളതല്ലോ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാന പ്രശ്നം. ഇന്ത്യയിൽ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ഏറ്റവും അധികം നഷ്ടം സഹിച്ച, അതായത് ഒരുപാട് രക്തസാക്ഷികൾ മതനിരപേക്ഷത മുറുകെ പിടിക്കുന്നതിൻ്റെ ഭാഗമായി ഒരുപാട് രക്തസാക്ഷികളുള്ള പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഇനി അവശേഷിക്കുന്ന ഒരേ ഒരു സർക്കാർ കേരളത്തിലാണ്.
അങ്ങനെയുള്ളൊരു സർക്കാരിനെ ഇല്ലാതാക്കണോ വേണ്ടിയോ എന്നുള്ള ചോദ്യമാണ് മതനിരപേക്ഷ മനസ്സുകളിലുള്ളത്. അല്ലാതെ ആര് സ്ഥാനാർത്ഥിയാവണം ആര് സ്ഥാനാർത്ഥിയാവേണ്ടതെന്നുള്ളതല്ല. ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നവരും കേവലം ഒരു സ്ഥാനാർത്ഥിയാകുന്നതിൻ്റെ ഭാഗമായി ഈ രാഷ്ട്രീയ ബോധമുള്ളവരാരും തന്നെ അതിൽ നിലപാട് സ്വീകരിക്കില്ല. നല്ല രാഷ്ട്രീയ ബോധമുള്ളവർ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് അത് ലെഫ്റ്റിൻ്റെ ഏക സ്റ്റേറ്റ്, ആ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭരണം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് സെക്യുലറിസത്തിനുള്ള അടിയാണ്. അതിശക്തമായി രാജ്യത്ത് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കുന്ന ഏക ഇടതുപക്ഷ സർക്കാർ കൂടി ഇല്ലാതാവുക എന്ന് പറഞ്ഞാലുള്ള അപകടം കേരളത്തിലെ മതനിരപേക്ഷ മനസ്സുകൾ തിരിച്ചറിയുന്നുണ്ട്. കേരളം ജനസംഖ്യയിൽ വളരെ ചെറുതാണെങ്കിലും മതനിരപേക്ഷ ഇന്ത്യയിലെ തലസ്ഥാനമാണ് കേരളം. കേരളത്തിൽ നിന്നാണ് മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള ശക്തമായ ശബ്ദങ്ങൾ ഉയർന്നു വരുന്നത്. അത് ഇടതുപക്ഷം ഭരിക്കുമ്പോഴാണ്. അപ്പോൾ ഇടതുപക്ഷം ദുർബലപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിൽ വർഗീയ ശക്തികൾക്ക് കൂടുതൽ കരുത്തു പകരും. പൗരത്വ നിയമമായിക്കൊള്ളട്ടെ, ഓരോ പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, ഒരു പ്രൊട്ടസ്റ്റ് വോയിസ് ഉയർന്നു വന്നത് കേരളത്തിൽ നിന്നാണ്. നിയമസഭയിലായാലും ശരി, പുറത്തായാലും ശരി. അപ്പം അത് പൊതുവേ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മറ്റ് പൊളിറ്റിക്സിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കുന്നുണ്ട്. ആ ചിന്ത ഇങ്ങനെ പടർന്ന് മെല്ലെ വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങളും തിരിച്ചറിഞ്ഞ് കാണുമെന്ന് ഞാൻ കരുതുന്നു.